ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ചെറിയ യാത്രയ്ക്കായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ചെറിയ ചെറിയ ഒരു ഷോപ്പിങ്ങുകളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയതാണ്. നമ്മൾ ഇപ്പം മാമ്പഴത്തറയിൽ നിന്ന് നമ്മൾ കൊല്ലൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഇപ്പൊ നമ്മുടെ പ്ലാച്ചേരിയായി പുല്ലൂരിന്ന് പ്ലാച്ചേരി പുല്ലൂരിന് അടുത്ത ഭാഗങ്ങളാണ്. പിന്നെ കലയനാട്, വാളക്കോട്, പുല്ലൂര് അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോ താണ്ടെ ആ പ്ലാച്ചേരിയുടെ തേരിയൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കെൻഡിൽ അങ്ങനെ ഞങ്ങളൊരു ഉല്ലാസ യാത്രയൊക്കെ ഉണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ഒരു യാത്രയാണെന്ന്. ട്രാവൽ ഞങ്ങൾക്കൊരു വീക്ക് പോയിന്റാ. ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യും. ലോങ് യാത്രകളൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന യാത്രകളുടെയൊക്കെ ഒരു വിവരങ്ങൾ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. വലിയ വലിയ ലോങ് യാത്ര ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കൊല്ലൂര്, ഇങ്ങനെ വല്ലപ്പോഴും കൊല്ലത്തൊക്കെ പോകും. അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യും. കൊല്ലം, തിരുവനന്തപുരം, പിന്നെ നമ്മള് ഇടയ്ക്ക് ദുബായിലൊക്കെ പോയി. അന്ന് നമുക്ക് ബ്ലോഗിന്റെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ചേട്ടൻ ദുബായിലായിരുന്നു നേരത്തെ. അന്ന് നമ്മള് ദുബായ് ഇനി നമ്മള് പുറത്ത് പോകുമ്പോൾ നമ്മൾ അതിനെ പറ്റിയുള്ള ബ്ലോഗുകൾ ചെയ്യും. എല്ലാവർക്കും പ്രതീക്ഷിക്കാം പതുക്കെ പതുക്കെ. ഇതൊക്കെ നമ്മള് പുല്ലൂരോട്ട് പോകുന്ന ഭാഗത്തോടുള്ള വഴികളാണ്. ഇത് കലയനാടോട്ട് പോകുന്ന ഭാഗം. കലയനാടും പാസ് ചെയ്ത് വേണം നമുക്ക് പുല്ലൂരോട്ട് പോവാൻ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. നോക്കിക്കേ, ഈ സൈഡൊക്കെ നല്ല ഭംഗിയുള്ള, ഈ പച്ചിപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതെന്ത് വണ്ടിയായിട്ടാ വരുന്നത്? ഇതിനകത്ത് പെട്രോളാണ്? ഇത് പെട്രോൾ അല്ല, ഇത് ഈ കോൺക്രീറ്റ് അങ്ങനെയുള്ള കെമിക്കൽ പോലുള്ള സാധനങ്ങളാണ്. ഈ റോഡില് ഇങ്ങനെ വണ്ടികൾ വരും, ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ നമ്മൾ പുല്ലൂർ അടുക്കാറായി. തൊട്ടടുത്ത ഒരു സ്ഥലത്താണ് ഇവിടെ ചേട്ടൻ ഒരു ഷർട്ട് തയ്ക്കാനായിട്ട് ഷോപ്പിൽ തയ്യക്കടയിൽ പോയേക്കുകയാണ്. തയ്ക്കാൻ കൊടുത്തു. ഇനി തിരിച്ച് വന്നിട്ട് നമ്മൾ പുല്ലൂർ ടൗണിലേക്ക് പോകും. ബാക്കി അപ്പം നമ്മൾ പുല്ലൂർ ടൗണിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലൂർ ടൗണിനോട് അടുത്തായി. ഇപ്പം തുണിക്കടയിൽ കയറിയിട്ട് വന്നത് നമ്മള് പുല്ലൂരോട്ട് പോവാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നല്ല തയ്യക്കട അല്ലേ? വിശ്വാസം വലിയ നമ്മളെ ഒരുപാട് അങ്ങ് ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല. ന്യായമായ ഫീസ് അയാൾ വാങ്ങിക്കുള്ളൂ. നല്ല മനുഷ്യനാണ്. ഇപ്പം നമ്മൾ പുല്ലൂർ പെട്രോൾ പമ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഈ പെട്രോൾ പമ്പിൽ നിന്നാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. നമ്മൾ സ്ഥിരം എവിടെ പോയാലും ഇവിടെയാണ് വരുന്നത്. പുതിയതാണിത്. നല്ല കളത്തരങ്ങളൊന്നുമില്ല, നല്ല മായം ചേർക്കാത്ത. പുല്ലൂര് ഒരു ഏറ്റവും വലിയൊരു പള്ളിയാണിത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ഈ ഏരിയ മുസ്ലിങ്ങളുടെ ഒരു ഏരിയ തന്നെയാണെന്ന് പറയാം. ഏറ്റവും വലിയൊരു. അപ്പം നമ്മളിപ്പം പുല്ലൂർ ടൗണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ പുല്ലൂർ തൂക്കുവാലം. നമ്മള് സാധാ പാലത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പത്താണ് ഈ കാണുന്നതാണ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. പുല്ലൂരുകാരുടെ അഭിമാനമാണ് ഈ തൂക്കുവാലം എന്ന് പറയുന്നത്. ഇപ്പൊ ഓണത്തിനൊക്കെ വളരെ കളർഫുൾ ആയിരുന്നു, നല്ല കാഴ്ചകളായിരുന്നു. ഓണത്തിനൊരു വീഡിയോ നമ്മൾ പിടിച്ചതായിരുന്നു, പക്ഷെ അത് ഫ്ലോപ്പായി പോയി. അതുകൊണ്ടാണ് അത് ഇടാൻ പറ്റാഞ്ഞത്. നമുക്ക് വളരെ വിഷമമായി പോയി. സൂപ്പർ അടിപൊളിയായിരുന്നു അന്ന് ഓണത്തിനൊക്കെ. ഇവിടെ അടിപൊളിയായിരുന്നു. എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോ ബ്യൂട്ടിഫുൾ ആക്കും. ഇനിയിപ്പോ ശ്രീ ജയന്തിയൊക്കെ വരുമല്ലേ, അന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വ്ളോഗ് പിടിക്കാൻ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓണം അങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റിവലിനൊക്കെ അങ്ങനെ നമ്മൾ പുല്ലൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞു. അതെ, ഇത് ട്രാൻസ്പോർട്ട് തൊട്ട് താഴെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് ആണ്. ഈ ഭാഗം താഴെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ്. അന്നേരം പുല്ലൂർ ടൗൺ എത്തിക്കഴിഞ്ഞു. അന്നേരം വളരെ തിരക്കാണ്. ഏത് സമയവും നല്ല തിരക്കാണ് ഇവിടെ. ഓണം കഴിഞ്ഞാലും തിരക്കൊന്നും ഓഫറുകളൊന്നും ഇപ്പോഴും കടയിൽ ഓഫറുകളുണ്ട്. അതുകൊണ്ട് തിരക്കുണ്ട്. നമ്മുടെ ഓണത്തിന്റെ തുണി എടുത്താണ്ട് ഈ ജോസ്കോ എന്ന് പറഞ്ഞ കടയിലായിരുന്നു. ഈ ജോസ്കോയിൽ നിന്നാണ് ഞങ്ങൾ ഷോപ്പിംഗ് നടത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ധന്യ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ നിന്നാണ്
സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇടയ്ക്ക് ധന്യയിലും പോകും. അവിടെ ധന്യയിൽ ക്യാമറ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയാൻ വയ്യ. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. പുന്നൂർ ടൗൺ ആണ് ഈ കാണിക്കുന്നത്. അപ്പം നമ്മൾ ധന്യയിലേക്ക് പോവുകയാണ്, സൂപ്പർ മാർക്കറ്റിലേക്ക്. അങ്ങോട്ട് പോകുന്ന വഴിയിലേക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഷോപ്പിങ്ങിന് പുനലൂരാണ് വരുന്നത്. ഞങ്ങളുടെ പ്രദേശത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പട്ടണം എന്ന് പറയുന്നത് പുനലൂർ പട്ടണമാണ്. അവിടെയാണ് ഞങ്ങൾ കൂടുതലും ഷോപ്പ് ചെയ്യുന്നത്. പിന്നെ അഞ്ചലും പോകാറുണ്ട് അല്ലേ ചേട്ടാ? അഞ്ചലും പോകാറുണ്ട്. പിന്നെ വെള്ളമായിട്ട് നമ്മൾ കൊട്ടാരക്കരയും പത്തനാപുരത്തും ഒക്കെ പോകും. ഈ പത്തനാപുരം ലുലു മാളിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ചെറിയ അവിടെ ലുലു മാള് വരുന്നെന്ന്, പത്തനാപുരത്ത് ലുലു മാള് വരുന്നെന്ന് ഒരു പറച്ചിലുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു ദിവസം അവിടെ പോകും. അവിടുത്തെ വ്ളോഗൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ധന്യയോട് അടുത്ത് വരികയാണ്. ധന്യയിൽ ക്യാമറ അവൈലബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ധന്യയിലെത്തിക്കഴിഞ്ഞു. അകത്ത് ക്യാമറ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.